ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലച്ചൂസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് നമ്മുടെ കാലത്തെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് നമ്മൾ കുളിയൊക്കെ നേരത്തെ കഴിയും, കാലത്ത് തന്നെ കുളിയൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങിന് വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല, കുറച്ച് ദിവസം വ്രതത്തിലായിരിക്കും. അപ്പോൾ നോൺ വെജും കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത്. സാധാരണ വിറകടുപ്പിലാണ് ചോറിനുള്ള വെള്ളം വെക്കുന്നത്. നമ്മൾ ചോറ് പുറത്തെ അടുപ്പിൽ വിറകടുപ്പിലാട്ടോ വെക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ വെച്ച് നല്ല പോസിറ്റീവായിട്ട് നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മക്കളുടെ അടുത്ത് വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. കാരണം ഇന്ന് റവ ഉപ്മാവാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കലത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പ, നമ്മുടെ നാട്ടിൽ പൂള എന്നാണ് പറയുക, പൂള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പടുകൂട്ടാൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേമ്പിൻ്റെ തണ്ടും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കറി വയ്ക്കാൻ പോകുന്നത്. അതുപോലെ മത്തൻ്റെ ഇല അതൊക്കെ നുള്ളിയിട്ട്, അതായത് നമ്മൾ നോൺ വെജ് ഇല്ലാത്ത സമയത്താണ് അല്ലേ സത്യത്തിൽ നമ്മൾ ഇവരെയൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് തന്നെ നമ്മൾ നോൺ വെജ് ഇല്ലാത്തൊരു സമയത്തായിരിക്കും. നോൺ വെജ് ആണെങ്കിൽ നമ്മൾ ഇവരെ ഒന്ന് തിരിഞ്ഞ് നോക്കുക പോലും ഇല്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമ്മൾക്ക് തോലൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അത് ചെറുതാക്കിയിട്ട് നന്നായിട്ട് ചെറിയ രീതിയിൽ നൈസാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇടുമ്പോൾ നമ്മളുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇടുന്നത്. ഇതൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെറുതെ കുഴിച്ചിട്ടിട്ടുള്ള മത്തനിൽ നിന്ന് അപ്പോൾ ഇലകൾ എടുക്കാമെന്ന് വിചാരിച്ചു, മത്തൻ്റെ ഇല എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും നമ്മളുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തരുന്ന സംഭവമാണ്. പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ മത്തൻ്റെ ഇല പറിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ചെറിയൊരു മത്തൻ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇലകളൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ മത്തൻ്റെ ഇല നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കണം. ഇനി ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മരുന്ന് കാര്യങ്ങളൊന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ പുഴുവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് നല്ല എരിവുള്ള കാന്താരിമുളക് തിരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറേ എണ്ണ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെണ്ണം പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും സോയാബീൻ അല്ലെങ്കിൽ കോളിഫ്ലവർ അല്ലെങ്കിൽ കിഴങ്ങ് പൊരിച്ചത് ഇങ്ങനെയൊക്കെയാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത്. കാരണം നോൺ വെജ് ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അവർ ചോറ് കഴിച്ചോളും. അതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതാ നമ്മളൊരു ഭാഗത്ത് മക്കൾക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള സോയാബീൻ ഒരു ഭാഗത്ത് വേവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുള്ള നമ്മളുടെ മത്തൻ്റെയിലേക്ക് അതിൻ്റെ തണ്ട്, കുറച്ച് കട്ടിയുള്ള തണ്ടുകളുണ്ടാവും. അപ്പോൾ ആ തണ്ടുകളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇല മാത്രം എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഉണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അളവ് നന്നായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഞാൻ ഈ കുക്കറിനകത്ത് ഇടുമ്പോൾ അത് ഏകദേശം കുക്കർ നിറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത്. അത് വെന്ത് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റും താഴെ ഒരു ഇത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ചേമ്പിൻ്റെ തണ്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പ, അതുപോലെ തന്നെ അല്ലെങ്കിൽ പൂള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചേമ്പും അതുപോലെ കുമ്പളങ്ങയുടെ ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് 2 കറിവേപ്പിൻ്റെ തണ്ടും ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നമ്മളുടെ മേലെയായിട്ട് നമ്മളുടെ ഇലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മളുടെ കുക്കർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ തേങ്ങയും വെളുത്തുള്ളിയും അതുപോലെ ചുമന്ന ഉള്ളിയും നല്ല ജീരകമൊക്കെ കൂടിയിട്ട് പച്ചമുളകൊക്കെ ഇട്ട് അരച്ചിട്ട് നമ്മളുടെ കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളുടെ കുക്കിങ്ങിനിടയ്ക്ക് മക്കളെ പോയിട്ട് വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ.
അല്ലെങ്കിൽ അവർക്ക് ലേറ്റ് ആവും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും. കുറേയൊക്കെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ഉണ്ടാക്കും. എന്നാലും രണ്ടുപേരും തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരും. മോന് നേരത്തെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് മെഷീനിലൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് മോള് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് പോയി കുറച്ച് സമയം അവളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കണം. അധികം ദിവസം എണീറ്റ് ഉടനെ തന്നെ ഒന്നുകിൽ അച്ഛൻ്റെ അടുത്തായിരിക്കും, അച്ഛനായിരിക്കും പിന്നെ അവളുടെ പുറകെ നടക്കുന്നത്. അതിനിടയ്ക്ക് സഞ്ജു ലച്ചുവൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ടുപേരും യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്മാവാണ്, റവയുടെ ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന്. രണ്ടുപേർക്കും റവയുടെ ഉപ്മാവാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ലച്ചു ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആൾക്ക് കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആളങ്ങനെ കഴിക്കുകയൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് അങ്ങനെ കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാം. ഇപ്പോൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കണം. കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ കറിക്ക് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരുവും കിഴങ്ങും തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു പൊടിയിട്ട്, അതായത് തേങ്ങ അരയ്ക്കാണ്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഷ്ണങ്ങൾ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മളുടെ ചോറിന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടിട്ടു. അതിനിടയ്ക്ക് മക്കൾക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു. അവരങ്ങനെ ചോറൊന്നും കൊണ്ടുപോകാറില്ല, ചോറ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും കറികളൊക്കെ നമ്മൾ കൊടുത്തയക്കും. ഇങ്ങനെ ഇതുപോലെ സോയാബീനോ കിഴങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ കോളിഫ്ലവർ പൊരിച്ചത്, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. നോൺ വെജ് അലൗഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കൊടുത്തു വിടുന്നത്. ചില ദിവസങ്ങളിൽ അവർ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം നിറയ്ക്കും. കഴിഞ്ഞ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ജസ്റ്റ് കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചെറിയ ആൾക്ക് കുറുക്ക് കൊടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ കുറുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അമൃതം പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളുടെ അംഗനവാടിയിൽ നിന്ന് അമൃതം പൊടി കിട്ടും. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് വണ്ടി വന്നു, മോന് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട സമയത്ത് വെണ്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എണ്ണയിലൊന്ന് വാട്ടിയിട്ട് പൊടിയും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക്കാണ് മോൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതാണ് വലിയൊരു ടാസ്ക്. അപ്പോൾ ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ലച്ചുവിന് പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ആളെ റെഡിയാക്കിയിട്ട് ഇന്നിപ്പോൾ അച്ഛനാണ് കൊണ്ടുവിടുന്നത്. സാധാരണ ഇവിടെ നിന്ന് വേറെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അവരെയൊന്നും കണ്ടില്ല. അപ്പോൾ അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ യുദ്ധമൊക്കെ കഴിഞ്ഞത് അകത്തേക്ക് കടന്നിട്ടുണ്ട്. അകത്ത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആളെ ഒന്ന് ഉറക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങുന്ന ടൈം ആയിരിക്കും. ആൾ കുറച്ച് സമയം ഉറങ്ങും. അത് കഴിയുമ്പോൾ ഇനി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയാണ് മോളെ നോക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു വീഡിയോ. ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.